ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെന്തായാലും വീഡിയോയിലൂടെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ നോമ്പ് തുറ വിശേഷങ്ങളും നോമ്പും കാര്യങ്ങളും ഒക്കെ കമൻ്റായിട്ടൊക്കെ അറിയിക്കൂ കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. 3 മണിയായാൽ പിന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വീഡിയോയും കൂടെ എടുക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചും ഇതാക്കിയും കട്ടാക്കിയും എടുത്തും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങണം. എന്നിട്ട് തന്നെ ഇന്ന് എല്ലാത്തിനും ഒരു നേരം വൈകിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്ക് സാധാരണ ഞാനെല്ലാം ഒതുങ്ങിയിട്ട് പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊന്നുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഇറങ്ങിയിട്ടും ഒന്നും ആവാത്തൊരു ദിവസമൊക്കെ അതിന് ഒന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഞാൻ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. കറി അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിക്കൻ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുക, പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതാട്ടോ ചിക്കനും അതിലേക്ക് കുറച്ച് ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടാണ്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ. സാധാ ഒരു മഞ്ഞൾപ്പൊടി പോലെയല്ല, ചിക്കൻ മസാലേൻ്റെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മഞ്ഞൾപ്പൊടി. നല്ല കളറും ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാണ്. അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളകും പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ വെക്കാം. നമ്മൾ വാട്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ അരച്ച് വെക്കുമ്പോൾ പിന്നെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെച്ചാൽ തന്നെ മതിയല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറീൻ്റെ പരിപാടി അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ. ബാക്കിയുള്ള പിന്നെ ഇന്ന് എണ്ണക്കടിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓരോരോ ഗ്യാപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നൊക്കെ ഇപ്പം വോയിസൊക്കെ കൊടുക്കുന്നത് നമ്മൾ രാവിലത്തെ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റേത് പറഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം അത് നടക്കൂലല്ലോ. ഉച്ച കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾ അടുപ്പത്തേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ ഇതാ കറിക്കുള്ളത് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പിൽ വെച്ചാണ്. ഇനിയിപ്പോൾ അടുത്തത് കട്ട്ലേറ്റിനുള്ള മസാല ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ആണോ ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മളത് ഇങ്ങനെ കുക്കിംഗ് ചാനലൊന്നുമല്ല, നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലായിട്ടുള്ളൊരു ചാനലല്ലേ, നമ്മൾ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാതും ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുക്കിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള ഇതൊന്നും അല്ല. എല്ലാവരും ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ റെസിപ്പി അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് എന്ന് മാത്രം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മൾ എപ്പോഴും സാധാരണ പോലെ ചിക്കന് മുളക് ഇട്ടിട്ടല്ലേ വെക്കുക. അപ്പോൾ ഇന്ന് തേങ്ങ വറുത്തൊക്കെ അരച്ച് വെച്ചപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിലേക്കുള്ളത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അതിലേക്കും പൊടികളായിട്ട് എന്താണ് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് കേട്ടോ പൊടികളൊക്കെ ആയിട്ട് ചേർത്തത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഉണ്ടായിന് കേട്ടോ. പറിക്കാൻ പോകാൻ ഇപ്പം മടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഇനി കേട്ടോ. പിന്നെ ഞാൻ കറി വറവിടുന്ന നേരത്ത് പിന്നെ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു തയ്യിൽ ചെറുതായിട്ട് ഒരു 2-3 ഇല അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ മടിക്കണത്. അപ്പം മസാലയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് പിന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളാ ഒരു കല്ലുണ്ടല്ലോ അതിൽ ചതച്ചിട്ട് അതും കൊണ്ടുപോയി ഇട്ട് കൊടുത്താണ്. പിന്നെ ഇതാ ഇറച്ചിയും അതിൻ്റെ ഇടയിൽ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഇന്നത്തേലൊക്കെ നല്ലോണം ഇറച്ചി ഉണ്ടായിനി കേട്ടോ. കുറച്ച് കൂടുതൽ പോലെ ഉണ്ടായിനി. അല്ലാണ്ട് പിന്നെ കടിയിലൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇടൂല. പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലായിട്ടുണ്ടാകും കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനുള്ള മസാലയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം തണുക്കണമല്ലോ. കട്ട്ലേറ്റിന് നമുക്ക് കുഴച്ചൊന്നതായി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം തണുക്കണമല്ലോ. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കറിയും അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരിത്തിരി വെളിച്ചെണ്ണേൻ്റെ ഒരു ചൊയ നല്ല രസമായിരിക്കുമല്ലോ. തേങ്ങ വറക്കുമ്പോൾ ആ ഒരു മണം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറൊരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതാട്ടോ ഒരു കുറച്ച് അധികമൊന്നുമില്ല, എന്നിട്ട് തന്നെ കറി കുറച്ച് കൂടുതലായിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ പിന്നെ ഇതാട്ടോ ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേൽ ചിക്കൻ മസാല അതും ഇതൊക്കെ ഇട്ടീനല്ലോ. പിന്നെ തേങ്ങ വറക്കുമ്പോൾ ഒരു കളറിനൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. അങ്ങനെ അതും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ വേഗം അതും ഒന്ന് നല്ലോണം നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് കൊടുന്നതാണ്. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ജാറും കൂടെ ഒന്ന് ചുഴറ്റി ഒക്കെ വേണ്ട ആവശ്യത്തിനുള്ള ആ ഒരു കറി പോലെയൊക്കെ എന്നിട്ട് ആക്കിയെടുത്തു.
ഇനിയിപ്പോൾ അതും നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ. പിന്നെ ഞാനിതാട്ടോ അതിൻ്റെ ഇടയിൽ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വറവിടാനുള്ള. അപ്പോൾ ഇത് വറവിടുമ്പോൾ കറിവേപ്പില വേണമെന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഉള്ള ഇലയുമെന്ന് കറിവേപ്പിലേന്ന് പോയിട്ട് ഒരു 2 അല്ലി ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കലില്ലല്ലോ. അപ്പോൾ എന്നോട് പറയുക കേട്ടോ, ഇനി പത്തിരി ഉണ്ടാക്കുമ്പോൾ കറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന്. നാഫിമോനൊക്കെ ഓനക്കാണെങ്കിൽ ഇന്ന് നോമ്പുമാണ്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണില്ല കേട്ടോ. നോമ്പ് എടുത്തതിന് ഇന്ന് നാച്ചിക്ക് ചെറുതിന് മാത്രമാണ് നോമ്പില്ലാത്തത്. നാഫിമോനും ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഓന് നല്ല ക്ഷീണവും കുഴക്കൊക്കെയാണ് കേട്ടോ. കുട്ടികൾ നമ്മൾ തന്നെ വിചാരിക്കും നമുക്ക് തന്നെ ആവണില്ല. നമ്മൾ രാവിലെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മളത് കഴിയും അല്ലേ, നമ്മൾ അറിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ ആ ഉച്ച കഴിയണതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് ക്ഷീണവും കുഴക്കൊക്കെ അങ്ങോട്ട് വരും. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഉമ്മമാർ പറഞ്ഞാൽ വൈകുന്നേരം ആയാലും ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയൊക്കെ ഇറങ്ങുകയാണ്. ശരിക്കും ഈ നോമ്പിന് നല്ല പണി തന്നെയാണ് അല്ലേ. സാധാരണ ഉള്ളതിനെക്കാട്ടിയും പണി കൂടുതലും ചിലവ് കൂടുതലൊക്കെ നോമ്പിന് തന്നെയാണ്. പക്ഷെ പടച്ചോൻ എന്തോ ഒരു ഇതിലൊക്കെ അതൊക്കെ അങ്ങോട്ട് റാഹത്തായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകൂലേ എല്ലാവർക്കും എല്ലായിടത്തും അല്ലേ. അപ്പോൾ അതുപോലെ പിന്നെ ഒരുപാട് ആൾക്കാർ എങ്ങനെ നോമ്പ് പോകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നോമ്പൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, ചൂടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ. നമ്മളത് ഷെഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിങ്ങൽ പോലത്തെ ആ ഒരു ചൂടും ഒക്കെ ഉണ്ട് താനും. പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ടുള്ള ആ ഒരു പൊരിയലില്ല. അപ്പോൾ സാധാരണ സ്കൂൾ പൂട്ടുന്ന ആ ഒരു സമയത്തൊക്കെ ഇതിനല്ലേ നോമ്പ് വരിക. പക്ഷെ ഇപ്പം സ്കൂളുള്ള സമയത്തായതുകൊണ്ട് രാവിലെ അങ്ങോട്ട് പോയി വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഓർക്ക് ഓരോ സമയം അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടുമല്ലോ അല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലേ എന്താണ് പത്തിരിക്കുള്ള പൊടിക്ക് വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അത് ചൂടാവണ ആ ഒരു തിളക്കണ ആ ഒരു സമയം കൊണ്ട് പോയിട്ട് അതുവരെ ഉണ്ടായിന് പെരങ്ങിയ പാത്രങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് തന്നെ പാത്രം ലാസ്റ്റ് സമയമായപ്പോഴത്തേക്കും നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചൂടാവുന്ന സമയം കൊണ്ട് ആ സിങ്കിലുള്ള അത്രയും പാത്രം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വന്നു. അപ്പോഴത്തേക്കും നമ്മളെ പത്തിരീൻ്റെ പൊടി വാട്ടാൻ വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. ഞാനിതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല ഇതിൽ തന്നെ നല്ല പൊടിയാണ് കേട്ടോ. എൻ്റെ ഈ പ്രാവശ്യം പൊടിപ്പിച്ചത് നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പത്തിരി നന്നായില്ലേ പറയൂലേ, പൊടി കൊണല്ലേനു എന്നുള്ളത് അങ്ങനെയൊക്കെ പറയണവരും ഉണ്ടാവൂലേ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പത്തിരിപ്പൊടിക്ക് കുറ്റമൊന്നുമില്ല. എന്താണ് നല്ല പൊടിയാണ്, നല്ല ഇതിൽ തന്നെ പത്തിരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിനുള്ളത് ആക്കി സാധാരണ ഞാൻ എണ്ണക്കടിക്കുള്ളതായിട്ട് ആക്കി വെക്കും. എന്നിട്ട് ചുടൽ പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചുടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പത്തിരി കുഴച്ച് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ അതങ്ങോട്ട് ചുട്ട് വെച്ചാൽ അതങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ അതൊന്ന് ചുടുന്നുണ്ട്. ഒറ്റ കയ്യിൽ ഫോണും പിന്നെ ഒരു ഇതും കൊണ്ട് എടുക്കുന്നതിൻ്റെയൊക്കെ കോലാണ് കേട്ടോ ആ കാണുന്നത്. മക്കളില്ലല്ലോ വീഡിയോ എടുത്തു തരാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാക്കണ് എന്താണ് ബാക്കിയുള്ള പത്തിരിയും കൂടെ ചുടട്ടെ. അപ്പോൾ നാസിമോന് എണീച്ച് വന്നിട്ടുണ്ടായിന്, ഓൻ ഉറങ്ങുന്നതിന് കേട്ടോ. അപ്പോൾ ഓന് ഇതാ നോമ്പ് തുറക്കണുണ്ട്. ഞാൻ ഒന്നും വയറ്റിയേക്ക് ഇപ്പോൾ തിന്നാൻ എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ സാധാരണ പോലെ അങ്ങോട്ട് ഉച്ചക്കും പകലൊന്നും വെച്ചുണ്ടാക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൻ എന്തായാലും ഇരുന്ന് നോമ്പ് തുറക്കട്ടെ വിചാരിച്ചിട്ട് ഓൻ്റെ നോമ്പ് തുറയിലാണ് കേട്ടോ. പത്തിരി ഞാൻ ചുട്ട് കൊടുക്കുന്നുണ്ട്. അത് 1-2 തിന്നാൽ ലൈറ്റുള്ള പള്ളാണ്ട് നിറയുമല്ലോ. പിന്നെ ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ഈ കുട്ടി എണ്ണക്കടി തിന്നേ ഇല്ല കേട്ടോ. ഈ നാച്ചി ഓനക്കായിട്ട് നമ്മൾ വെറുതെ കരുതുകയാണ്. ഒന്ന് നമ്മൾ നിർബന്ധിച്ച് കഴിച്ചാലെങ്ങാനായി. ജ്യൂസ് നല്ല ഇഷ്ടമാണ് കേട്ടോ, അത് അങ്ങനെ കുടിച്ചോളും ജ്യൂസ്. പക്ഷെ എണ്ണക്കടി തീറ്റ അങ്ങനെയല്ല കേട്ടോ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാനിതാ എല്ലാ പത്തിരിയും ചുട്ട് കഴിഞ്ഞിന്. എത്ര പെട്ടെന്നല്ലേ പത്തിരി ചുട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണുമ്പം നല്ല സമയമായിട്ടുണ്ടായിന് കേട്ടോ. ഇതിപ്പം ഞാനാണെങ്കിൽ അസറും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം കട്ട്ലേറ്റിനുള്ളത് അങ്ങോട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേഗം പോയി നിസ്കരിച്ച് വരാം, എന്നിട്ട് എന്താക്കുക പിന്നെ ചുടാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല സമയം 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. 6 മണി ആയാൽ പിന്നെ സമയം ഉണ്ടാവില്ല. ജ്യൂസ് അടിച്ചിട്ടില്ല, കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നാണെങ്കിൽ പൊലച്ചക്കത്തേക്കുള്ളതിൽ ചിലപ്പം ഒഴിവ് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഞാൻ ഉപ്പേരിക്കുള്ളതോ അല്ലെ താളിക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അതിനിപ്പോൾ ഒന്നിനും എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. ഇന്നാണ് കുറച്ച് സാധനങ്ങളും കുറച്ച് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്തേക്കാനും ഒക്കെ കയ്യോടെ അങ്ങോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാണ്. ആ ചാക്കിൽ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ. അപ്പോൾ അതൊക്കെ കയ്യോടെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊക്കെ നിന്നു ഇതിൻ്റെ ഇടയിലൊക്കെ. ഇനിയിപ്പോൾ എന്തൊക്കെയോ ആണ്. എന്തായാലും നേരം വൈകിയിട്ടുണ്ട്. നല്ല ക്ഷീണവും കുഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും കേട്ടോ. ഞാൻ ഇക്കാനോട് പറയുന്നു എന്നൊക്കെ ഭയങ്കര ക്ഷീണമാണ് അല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും കേട്ടോ, മക്കളൊക്കെ എന്താ ഇക്കാരോ അവസ്ഥ, നമുക്ക് തന്നെ കഴിയണില്ല, കുട്ടികൾ എന്തായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇനിയിപ്പോൾ നാളെ നോമ്പ് എടുക്കാമെന്നുള്ള കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ഇതങ്ങോട്ട് വരും അല്ലേ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കട്ട്ലേറ്റിനുള്ളതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു 2 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തു. അതിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പിന്നെ ഒന്ന് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ ഇതെല്ലാം ആക്കി അങ്ങോട്ട് വെച്ചാൽ പിന്നെ വേഗം ചുട്ടെടുക്കൽ അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം ആക്കി വെച്ചു. എന്നിട്ട് വേഗം പോയിട്ട് അസർ നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇക്കയും വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇക്ക അതാ ജ്യൂസിനുള്ള പരിപാടി നോക്കുകയാണ്. കക്കിരി ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ എണ്ണച്ചട്ടി വെച്ചിരുന്നു. ഇനിയിപ്പം വേഗം ചുടലാണ്. പിന്നെ ഫ്രൂട്ട്സ് വത്തക്ക ഉണ്ടായിനി. വത്തക്കയും പിന്നെ തറവാട്ടിൽ നിന്ന് അനിയൻ്റെ ഓള് കറമൂസ കൊണ്ട് തന്നിട്ടുണ്ടായിനി കേട്ടോ, പഴുത്ത കറമൂസ. അപ്പോൾ അതൊക്കെ വത്തക്കയും കറമൂസ അതൊക്കെ പിന്നെ നിച്ചുമോള് മുറിച്ച് വെക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു ആശ്വാസമാണല്ലേ. എല്ലാം നമ്മൾ തന്നെ ഇതായി ചെയ്യുമ്പോൾ നമ്മളും കുഴങ്ങി പോകില്ലല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ നമുക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാനിതാ കടി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നാഫിമോന് നോമ്പെടുത്തിട്ട് ആകെ സൈഡായിട്ടുണ്ട് കേട്ടോ. പിന്നെ 5:30 ആയി, 5:30 6 മണി ആവാനായപ്പോഴൊക്കെ ഓന് നോമ്പ് മുറിക്കട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി. പിന്നെ ഞാൻ അത്ര നേരം നിന്നിട്ട് ഇനി മുറിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മെല്ലെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഓനില്ലേ പൊലച്ചക്ക് അത്തായം വയ്ക്കാതെ നോമ്പെടുത്തതാണ് കേട്ടോ. ഇന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വിളിച്ചായിട്ട് എണീക്കൂല്ല. രാവിലെ നോമ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓന് കേൾക്കാണ്ട് എടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ പറ്റ സൈഡായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കട്ട്ലേറ്റ് മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇക്ക വേഗം കക്കിരി ജ്യൂസും അടിച്ച് വെച്ചിന്. നിച്ചുമോള് ഇതൊക്കെ മുറിച്ചും ഓളും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ എല്ലാം എടുത്ത് മേശമേൽ കൊണ്ടുവച്ചു. ഇതൊക്കെ ആയി നമ്മളൊരു 5 മിനിറ്റൊക്കെ കുറച്ച് നേരം ബാങ്കും കാത്ത് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതൊരു തൃപ്തി ഇങ്ങോട്ട് വരാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കെല്ലാം ഇതിവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചാലും ഇല്ലേ എനിക്ക് അടുക്കള ക്ലീൻ ആക്കണം. അടുക്കള ക്ലീൻ ആക്കലും അതുപോലെ സിങ്കിലുള്ള ഒരു പാത്രങ്ങൾ പിന്നെ നമ്മൾ ഈ ഒരു കുടിക്കുന്ന ഗ്ലാസ്സും അതും ഇതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ മുന്നത്തതൊക്കെ ഒന്ന് കഴുകി വെക്കാതുള്ള ആ ഒരു തൃപ്തി ഞാൻ ഇത് പറയുന്നു കേട്ടോ. സമയം ഉണ്ടെങ്കിൽ പോയി കഴുകഴിഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞത് പിന്നെ കഴുകുക, ബാങ്ക് കൊടുക്കാൻ അയക്കണം, ഇവിടെ വന്നിരുന്നൂട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വന്നിരുന്നതാണ്. അതുപോലെ തന്നെ പൊലച്ചക്കത്തേക്കുള്ള ചോറാക്കിയിട്ടില്ല, ബീൻസ് ഉണ്ടായിന് അപ്പോൾ അത് ഉപ്പേരി വെക്കണം. ഒക്കെ ഒന്നും ഇന്നൊരു ഒരു നേരം വൈകിയിട്ടുള്ളൊരു ഇതേനി കേട്ടോ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതാ നാഫിമോനൊക്കെ നിൽക്കണം. ഞാൻ ഈ വീഡിയോയിലാണ് കേട്ടോ. ഓന് താടിക്ക് കയ്യും കൊടുത്ത് തലക്കും കയ്യും കൊടുത്ത് ആകെ കുഴങ്ങി ആയോ ബാങ്ക് കൊടുക്കാനായോ എന്നുള്ള ഇതിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നല്ലോ, മറ്റേതും ഉണ്ടായിന്. അപ്പോൾ മൊത്തത്തിൽ അത് കഴുകാൻ പോയ ആ ഒരു സമയത്ത് വേഗം പൊലച്ചക്കത്തേക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായി. ഇന്ന് പിന്നെ അടുപ്പ് കത്തിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഗ്യാസുമ്മ തന്നെ ഇച്ചിരി ചോറ് മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് വെള്ളം വെച്ചു. വേഗം അതിനുള്ള അരി ഇട്ട് കൊടുത്താണ്. പിന്നെ പോയി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബീൻസ് ഉണ്ടായി. അപ്പോൾ പൊലച്ചക്കയ്ക്ക് ഒരിത്തിരി ഒരു ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറി പിന്നെ പ്രത്യേകിച്ചൊന്നും ആക്കണില്ല കേട്ടോ. ഇന്നലെ ചപ്പ് താളിച്ചതിൻ്റെ കുറച്ചുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ പൊലച്ചക്കയ്ക്ക് വേറെ വേണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇക്കാക്കായാലും ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ കൂട്ടിയിട്ട് തന്നെ മക്കളും നമ്മളെല്ലാവരും കഴിക്കും കേട്ടോ. പിന്നെ ഇതാ തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു നോമ്പ് തുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.